ഉത്തർപ്രദേശിൽ നിന്നും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംഭാൽ ജില്ലയെക്കുറിച്ചാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭാലിൽ നടന്ന കലാപം, അതായത് 46 വർഷം മുമ്പ് സംഭാലിൽ നടന്ന കലാപത്തെക്കുറിച്ചാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 46 വർഷത്തിന് ശേഷം ഡിസംബർ 14 ഖഗ്ഗൂസറായ് പ്രദേശത്തെ, സംഭാലിലെ ഖഗ്ഗൂസറായ് പ്രദേശത്തെ കാർത്തികേയ മഹാദേവ ക്ഷേത്രത്തിന്റെ വാതിൽ സംഭാലിൽ യോഗി ആദിത്യനാഥ് തുറന്നിരുന്നു. 1978 സംഭാലിലെ വർഗീയ കലാപങ്ങളെ കുറിച്ച് പരാമർശിക്കുകയും കലാപബാധിതരായ നിരവധി കുടുംബാംഗങ്ങൾ ഇതേ തുടർന്ന്, അതായത് ഈ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നതിന് ശേഷം 1978 കലാപങ്ങളിൽ ഞങ്ങൾ ബാധിക്കപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിന് മുമ്പിൽ സമീപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 1978 സംഭാലിൽ എന്താണ് സംഭവിച്ചത് അത് നമ്മൾക്കറിയണം. 1978 സംഭാൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആരാണ് ഭരിച്ചിരുന്നത് അത് നമ്മൾക്കറിയണം. സംഭാലിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ശുദ്ധീകരണം നടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് 1978 സംഭാലിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഉത്തർപ്രദേശിലെ ഒരു പ്രമുഖ പത്രം അവർ അന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. 1978 സംഭാലിൽ നടന്ന കലാപം എങ്ങനെയാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാന്ധി മെമ്മോറിയൽ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൽ നിന്നാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെയുള്ള വിദ്യാർത്ഥി യൂണിയൻ ഹോളിയെക്കുറിച്ച് ഒരു നർമ്മ മാഗസീൻ ഇറക്കുന്നു. അതായത് ഒരു തമാശ രൂപേണയുള്ള സറ്റേറിക്കൽ ആയിട്ടുള്ള ഒരു മാഗസീൻ ഇറക്കുന്നു. ഈ മാഗസീനിൽ തങ്ങളുടെ 2 കുട്ടികളുടെ പേര് വന്നിട്ടുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ ചായ്വ് ഈ മാഗസീന് കൊടുക്കുന്നു. പോരാത്തതിന് അന്നത്തെ മുസ്ലിം ലീഗ് നേതാവ് മജർ ഷാഫി പട്ടണത്തിൽ വലിയ ഘോഷയാത്ര നടത്തുന്നു. ഈ പട്ടണത്തിൽ വലിയ ഘോഷയാത്ര നടത്തുന്നതും ഈ ഘോഷയാത്ര അക്രമാസക്തമാവുകയാണ്. പിന്നെ നമുക്കവിടെ കാണാൻ സാധിച്ചത് വലിയ രീതിയിൽ ഹിന്ദുക്കൾ അവിടെ നിന്ന് കുടിയിറങ്ങുന്ന കാഴ്ചയാണ്. കലാപം അക്രമാസക്തമായി. ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് രാംനർഷ് യാദവ് ആയിരുന്നു. രാംനർഷ് യാദവ് അവിടെ 2 തവണ സന്ദർശനം നടത്തിയിട്ടും കലാപം അടിച്ചമർത്താൻ രാംനർഷ് യാദവിന് കഴിഞ്ഞിട്ടേയില്ല. 1978 ഏപ്രിൽ 1 വലിയ രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ രാജ്യം മുഴുവൻ വന്നു. ഉത്തർപ്രദേശിൽ നടക്കുന്ന ഈ സംഭാലിൽ നടക്കുന്ന നരനായാട്ടിനെ കുറിച്ച് മാർച്ച് 31, അതായത് കലാപത്തിന്റെ 3ാം ദിവസമായ 1978 മാർച്ച് 31 ഈ രാം നരേഷ് യാദവ് ആദ്യമായി സംഭാലിൽ എത്തുകയാണ് കലാപം അടിച്ചമർത്താനായി. രാത്രി ഉദ്യോഗസ്ഥർക്കൊപ്പം അദ്ദേഹം കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു. പോരാത്തതിന് സമാധാനവും ഐക്യവും സൃഷ്ടിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കിംവദന്തികൾ ശ്രദ്ധിക്കരുത്, അത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നു. പോരാത്തതിന് സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങളിൽ അകപ്പെടരുത്, ആളുകളുടെ ആയുധ ലൈസൻസ് റദ്ദാക്കാനും ആയുധങ്ങൾ നിങ്ങൾ കീഴടങ്ങണം, നിങ്ങൾ സറണ്ടർ ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നു. അതിനുശേഷം സംഭാലിൽ എന്താണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി 2 ദിവസത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തുന്നു. അതിനുശേഷം കർഫ്യൂവിൽ ഇളവ് വന്നു. കർഫ്യൂവിൽ ഇളവ് വന്നപ്പോൾ പട്ടണത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾക്ക് നേരെ കത്തിക്കുത്തു തുടങ്ങിയായിരുന്നു സംഭാലിൽ. ഒരാൾ കൊല്ലപ്പെട്ടു. ഇതിനുശേഷം കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണ് സംഭാലിൽ നടന്നത്. ഏപ്രിൽ 11 ആയപ്പോഴേക്കും 19 പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ ആകെ മരണം 180 കടക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. സമാധാനം നിലനിർത്താനായി രാം നരേഷ് യാദവിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സംഭാൽ ഒരു കുരുതിക്കളമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം 46 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 46 വർഷങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായി. അതിനുശേഷം അവിടെയുള്ള ജനങ്ങൾ പറയുകയാണ്, സംഭാൽ ഫയൽ യോഗി ആദിത്യനാഥ് തുറക്കണം. ആ കലാപം, അവിടെ നടന്ന ആ കലാപത്തിൽ ഞങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഭൂമി ഇപ്പോൾ അനധികൃതമായി മറ്റു ആൾക്കാരാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അത് തുറക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് യോഗി ആദിത്യനാഥ് ഇപ്പോഴിതാ സംഭാലിലെ കലാപങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പോരാത്തതിന് നേരത്തെ തന്നെ സംഭാലിലെ കലാപത്തിൽ ബാധിക്കപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് 46 വർഷങ്ങൾക്ക് ശേഷം അനധികൃതമായി താമസിക്കുന്നവരെ ഒഴിപ്പിച്ച് അവർക്ക് വീടുകൾ തിരിച്ചു നൽകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 46 വർഷത്തിന് ശേഷമാണ് 10,000 ചതുരശ്ര അടി ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവിടെയുള്ള ഒരു ഹിന്ദു കുടുംബത്തിന് തിരിച്ചു കിട്ടുന്നത് എന്ന റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ തന്നെ സംഭാൽ കലാപത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിന് പരാതിക്കത്ത് നൽകണം എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാരുടെ 1978 സംഭാലിലുണ്ടായ വർഗീയ കലാപത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രദേശം വിട്ടുപോയ 3 കുടുംബങ്ങൾക്കാണ് 46 വർഷത്തിന് ശേഷം നീതി ലഭിച്ചത്.
1978 കലാപം പരാമർശിച്ചപ്പോൾ മുസ്ലിം അധിനിവേശം ഭൂമിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇരകൾ യോഗി ആദിത്യനാഥിന് പരാതി കൊടുത്തിരിക്കുന്നത്. അതേ തുടർന്നാണ് 40 വർഷത്തിന് ശേഷം ചൊവ്വാഴ്ച കുടുംബാംഗങ്ങൾക്ക് 10,000 ചതുരശ്ര അടി ഭൂമി അവരുടെ തിരിച്ചു കിട്ടിയത് എന്ന് മനസ്സിലാകുന്നു. സംബാൽ സദർ കോട്ട്വാലി പ്രദേശത്തെ മൊഹല്ല ജഗത് നിവാസിയായ തുളസി റാം 1978 വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബം അവരുടെ വീട് ഉപേക്ഷിച്ച് പുറത്താക്കപ്പെട്ടിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബവും മറ്റു കുടുംബാംഗങ്ങളുടെ തങ്ങളുടെ 2.5 ഏക്കർ ഭൂമി ഉപേക്ഷിച്ച് ഈ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. തുളസിറാമിന്റെ കുടുംബം, പലായനം ചെയ്ത കുടുംബങ്ങളോ ആരും തന്നെ പിന്നീട് തിരിച്ചെത്തിയില്ല. തുളസിറാമിന്റെയും മറ്റു കുടുംബങ്ങളുടെയും ഭൂമി അനധികൃതമായി മറ്റു ആൾക്കാർ എടുക്കുകയായിരുന്നു. ഈ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ച് കിട്ടിയിരിക്കുന്നത് അവർക്ക്. ഇതുപോലെ ധാരാളം ആൾക്കാരുടെ ഭൂമി ഇനി അവിടെ തിരിച്ചു കിട്ടാനുണ്ട്. സംഭാലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട അനധികൃതമായി അവിടെ താമസിക്കുന്ന സകല ആൾക്കാരെയും ഒഴിപ്പിച്ച് കുടിയിറക്കപ്പെട്ടവരെ മുഴുവൻ അവിടേക്ക് തിരിച്ചു കയറ്റാനുള്ള നീക്കം യോഗി ആദിത്യനാഥ് തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.